ആളില്ലേ? ഒന്നുകൂടെ അടിച്ചു നോക്ക്. വലിയ വീടല്ലേ, നടന്നെത്താൻ ടൈം എടുക്കും. ചില ഫോട്ടോ വിളിച്ച് വരികയായിരിക്കും. ആരാ? ഞങ്ങളിവിടെ ജയേഷ് പറഞ്ഞിട്ട് താമസിക്കാൻ. ഓ മനസ്സിലായി. അപ്പുറത്ത് കൂടെ വരൂ, വാതില് തുറക്കാം. ഓക്കെ. നമ്മളിവിടെ എത്ര ദിവസം ഉണ്ടാവും? എന്തേ? ഞാൻ ചിലപ്പോ ഇവിടെ സ്ഥിരാക്കൂട്ടോ. നിന്റെ വൃത്തികെട്ട സ്വഭാവം എടുക്കല്ലേ പ്ലീസ്. ഡീസന്റ് ആവും. വന്ന പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. നടക്ക്. ഇവിടെ വേറെ ആരുമില്ലേ? അച്ഛമ്മയുണ്ട്, പിന്നെ ഞാനും. ഓ, ഇവിടെ ഒറ്റയ്ക്കാണല്ലേ? അല്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട്. കിട്ടിയില്ലേ? വരകണ് അങ്ങോട്ട് മാറ്. രണ്ടുപേർക്കും കൂടെ ഒരു റൂം പോരെ? അതൊക്കെ മതി. ഇല്ലെങ്കിൽ പറഞ്ഞാ മതി, ഇവിടെ നിറച്ച് മുറികളാ. സൗകര്യം പോലെ ആവാം. അത് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. നല്ല പഴക്കമുണ്ടല്ലേ വീടിനൊക്കെ. എനിക്ക് ഈ ടൈപ്പ് വീടൊക്കെ ഭയങ്കര ഇഷ്ടാ. കുറച്ച് ക്യാഷൊക്കെ കിട്ടിയിട്ടാണ് ദൂരം ഒന്ന് പണിയാൻ. നിന്നെ കൊണ്ടാകുമ്പോ പറ്റും. അതാകുമ്പോ വീഡിയോ ചെയ്യാൻ വേറെ വീട് പോകണ്ടല്ലോ. അയ്യോ തുറക്കരുത്. അതാരും തുറക്കാറില്ല. ഇതിനകത്ത് വല്ല പ്രേതമുണ്ടോ? ഉണ്ട്. അതിലൊക്കെ കേട്ടിട്ടുള്ളത്. പണ്ടൊരു പെൺകുട്ടി ഇതിനകത്തിട്ട് കൊന്നിട്ടുണ്ട്. ബലി കൊടുത്താന്നൊക്കെ പറയുന്നത്. ഓ, അന്നടച്ചിട്ടാണോ? വിവരക്കേട് പറയില്ലടോ. അതൊന്നും അറിയില്ല. തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, തുറക്കാറില്ല. ഒരു വിശ്വാസമില്ല. അങ്ങനെ. അല്ല, നിങ്ങൾ ശരിക്കും എന്താ പരിപാടി? ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സ്റ്റോറികൾ ചെയ്യുന്നുണ്ട്. 10 ഏക്കറും ബംഗ്ലാവും ഉള്ള പോലെ പറഞ്ഞു. നാട്ടിലൂടെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ യൂട്യൂബ് ചാനലുണ്ട്. കുഴപ്പമില്ല. ശരി. ഓക്കെ, ഞങ്ങൾ നാളെ ലൊക്കേഷനിൽ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ. കുട്ടി കൊള്ളാല്ലേ മിസ്റ്റർ പ്രകാശ്? അതെ, എന്റെ സങ്കല്പത്തിലെ എല്ലാ ഗുണങ്ങളും ഉള്ള അതേ പെൺകുട്ടി. ഞാൻ വന്നു കയറിയപ്പോഴും പറഞ്ഞില്ലേ? ഒന്ന് പോടെ അവന്റെ സങ്കല്പം. അന്ന് പാലക്കാട് പ്രോഗ്രാമിന് പോയപ്പോ അവിടെ കണ്ട പെൺകുട്ടി നിന്റെ സങ്കല്പമായിരുന്നല്ലോ. അവന്റെ ഒരു ആരന്തമ്പരാന്റെ മൂട്ടി. സകല പെൺകുട്ടികൾ അവന്റെ സങ്കല്പ. ഇതാണ് മോനെ റിയൽ സങ്കല്പം. നീ വല്ലാതെ റിയലിസ്റ്റിക് ആവണ്ട. ഞാൻ ഡീൽ ചെയ്തോളാം. എനിക്കിഷ്ടായി. നമ്മളൊന്ന് നോക്കിയാ പ്രശ്നം, വല്ലതും പറഞ്ഞാ പ്രശ്നം. ബലരാമൻ എന്ത് നെറുകേട് പോവാലോ. ആയിക്കോട്ടെ. ചിലവരുടെ നോട്ടം നമുക്കൊരു സ്പാർക്ക് കിട്ടും. ആ കുട്ടി നോക്കിയപ്പോ എനിക്ക് അങ്ങനെ ഒരു സ്പാർക്ക് കിട്ടി. അതെനിക്കും ഫീൽ ചെയ്തു. നിന്നെ നോക്കിയപ്പോഴേ അവൾക്കൊരു പുച്ഛഭാവമായിരുന്നു. അവളാ മുറി തുറക്കരുതെന്ന് പറഞ്ഞപ്പോ നീ ഞെട്ടാൻ ഞാൻ. മോനെ പ്രകാശ, കണ്ട കാലത്തിന്റെ ഇടയ്ക്ക് ഞാൻ കയറിയിട്ടുള്ള പ്രേതബാധയുള്ള വീടുകളുടെ കഥ കേട്ട നീ മുള്ളു. സെമിത്തേരിയിൽ ഒറ്റയ്ക്ക് ഒരു രാത്രി മുഴുവൻ കിടന്നുറങ്ങിയിട്ടുണ്ട് ഞാൻ. എന്നെയാണ് ആ കുട്ടി തുറക്കണ്ട പറഞ്ഞു, ഞാൻ തുറന്നില്ല. അവരുടെ വിശ്വാസമല്ലേ. നമ്മളെന്തിനാണ് വെറുതെ അതിൽ കയറി ഇടപെടുന്നത് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. വിശ്വാസത്തിന്റെ കാര്യം എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നിന്റെ കിളി പോയത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ പോടാ, എനിക്ക് അതിലൊരു വിശ്വാസമില്ല. അവിടെ ഒരു കോപ്പുമില്ല. ചിലപ്പോ നിന്റെ വീഡിയോകൾ കണ്ടു കാണൂടാ, അവള് നിന്നെ ആക്കിയതാവും. അങ്ങനെയാണെങ്കിൽ ഒന്ന് കയറണല്ലോ. കാരണം എന്നാ എത്ര വലിയ പൂട്ടും നിനക്ക് വേണ്ടി പ്രകാശം തുറക്കും. അവളെ നീ എടുത്തോ, കൊണ്ടുപോയി വളർത്ത. എൻജോയ്. എന്റെ വീഡിയോ ഞാൻ നോക്കിയതാണ്. എന്തായാലും തുറക്കാം.
ഉം.